32 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടെക്നീഷ്യനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈയെല്ലാം അലർജി വന്നിട്ട് ചൊറിയാൻ തുടങ്ങി ഭയങ്കരമായിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ കാർബറേറ്റർ എങ്ങനെയായാലും അത് ക്ലീൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ പെട്രോൾ വീണ് ഒരു 3-4 മിനിറ്റിനുള്ളിൽ, ഒരു 10 സെക്കൻഡിനുള്ളിൽ കളഞ്ഞില്ലെങ്കിൽ 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചൊറിയാൻ തുടങ്ങും. അങ്ങനെ കൈയുടെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ ബബിൾസ് പോലെ വരുന്നുണ്ട്. അതിന് മെഡിസിൻ ചെയ്തു, പക്ഷേ ഗ്ലൗസ് ഇട്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണത്. അതുകൊണ്ട് ഈ E20 പെട്രോളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. ശരീരത്തിന് പോലും നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വിഷമം തോന്നുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഈ മെക്കാനിക്കൽ മേഖലയിൽ ആർക്കും തന്നെ ഒരു തൃപ്തിയോടുകൂടെ ഒരു വണ്ടി പണിത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിൻ്റെ മുഖ്യ കാരണം ഇത് തന്നെയാണ്. വണ്ടി പണി വരുന്നുണ്ടോ? ഒത്തിരി വർക്കുണ്ട്. എനിക്കറിയാവുന്ന ഒരു സങ്കടം വന്ന ഒരു സംഭവം, ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടി ഫുള്ള് വർക്ക് ചെയ്ത് ഡെലിവറി ചെയ്തിട്ട് പോകുന്ന അദ്ദേഹത്തിന് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് കോഴിക്കോട് പിന്നെ കോടതിയിലേക്ക് പോകേണ്ടതായിരുന്നു. ആലുവയിൽ വെച്ച് വണ്ടി നിന്നുപോയി. ആ സമയത്ത് സംഭവിച്ചത് അവിടെ വെച്ചൊരു ഗ്യാരേജിൽ കയറ്റി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അടിച്ച പെട്രോളിൽ പകുതിയോളം വെള്ളമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ നിൽക്കുന്ന പെട്രോൾ പമ്പിൽ പോലും ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വളരെ ജെന്യുവനായിട്ട് പറയണേ, ആരുടെ മുൻപിൽ വേണമെങ്കിലും പറയാം. വളരെ സങ്കടമുണ്ട്. ഈ ഒരു കാര്യത്തിൽ അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇതിനൊരു സ്ഥായിയായിട്ടുള്ള ഈ പ്രശ്നം പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് തിരിച്ച് ആരാണോ ഭരിക്കുന്നത് അവർക്കുണ്ടാവും. ഇത് അടിച്ചേൽപ്പിച്ച പോലെ ഒരു തീരുമാനം. തീർച്ചയായിട്ടും ഇതൊരിക്കലും ഗുണത്തെക്കാളേറെ ദോഷമാണ്. രാജ്യ നന്മയ്ക്കെന്ന് കരുതിയാണ് എല്ലാവരും ക്ഷമിച്ചത്. പക്ഷേ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് ദ്രോഹമാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് രാജ്യനന്മയായിട്ട് മാറുന്നത്? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ ഒരു പുനർവിചിന്തനം ഗവൺമെൻറ് നടത്തണം എന്നാണ് ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു.